രേണു സുധിയെ പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. താഴെ വന്ന കമന്റ് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. അക്ഷരാർത്ഥത്തിൽ ഞെട്ടി എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ പറഞ്ഞില്ലേ, ബിഗ് ബോസിലേക്ക് ഏറ്റവും നല്ല ആപ്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് രേണു സുധി എന്ന് പറയുന്ന രേഷ്മ ടി തങ്കച്ചൻ. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് കുറേ അധികം പേരുടെ വീഡിയോസ് ഞാൻ കണ്ടിരുന്നു. ഞാൻ പോയി നോക്കി കേട്ടോ. അതിനുശേഷമാണ് ഞാൻ ശ്രദ്ധിച്ചത്. ശരിയാണ്, രേണു ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. പ്രത്യേകിച്ച് രേവതി കൊച്ചു പറയുന്നുണ്ട് രേണു തീർച്ചയായിട്ടും ബിഗ് ബോസിൽ ഉണ്ട് എന്ന്. ആണോ? അപ്പോൾ ഇവള് നാട്ടുകാരെ മുഴുവൻ പറ്റിക്കുക ആണ് ചെയ്തത് എന്നുള്ളത്. ഏകദേശം ബിഗ് ബോസിന് തന്നെ നല്ലൊരു പേരുണ്ടാക്കി കൊടുത്തിട്ടാണ് രേണു അതിനകത്തേക്ക് തള്ളിക്കയറിയിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നമ്മളൊക്കെ തെറ്റിദ്ധരിച്ചു, ഓ അവൾ നന്നായി, ഓക്ക് മനപ്രയാസം ഉണ്ടായി, എല്ലായിടത്തുനിന്നും അവളെ എടുത്ത് ദൂരെ കളഞ്ഞു എന്നൊക്കെയാണ് ഞാൻ അങ്ങനെയാണ് വിചാരിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു മനസ്താപത്തിൻ്റെ പുറത്തിരുന്ന് സംസാരിക്കുന്നതായിട്ടാണ് വന്നത്. അവിടെയും ഒരു മൊബൈൽ ചോദിച്ചത് കണ്ടപ്പോൾ എനിക്ക് പാപം തോന്നിയിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് മൊബൈൽ വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞത്. പുള്ളിക്കാരത്തി വേറെ ലെവലിലാണ്. അതിന് താഴെ വന്ന മറ്റൊരു കമൻറ്റ് ഉണ്ടായിരുന്നു, 15,000 രൂപയുടെ ഈ മൈക്രോഫോൺ അത് വാങ്ങിക്കാൻ കഴിവുള്ളവർക്ക് ഒരു ഫോൺ വാങ്ങിക്കാൻ കഴിവില്ലേ എന്നൊരു ചോദ്യം വന്നിരുന്നു. ശരിയാണ്, ചില സമയങ്ങളിൽ നമ്മളെയൊക്കെ നന്നായിട്ട് പറ്റിക്കാൻ ഇത്തരക്കാർക്ക് സാധിക്കുമെന്നുള്ളത് മനസ്സിലാക്കുന്നു. ഇപ്പോൾ രേണു സുധി ബിഗ് ബോസിലുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. ഇന്നത്തോടു കൂടി നമ്മൾ ആരംഭിക്കുകയാണല്ലോ. അപ്പോൾ നമ്മൾ ഇനി എന്തിനാണ് അവിടെ ഗുസ്തി എന്ന് നോക്കാം. ഇതിനകത്തൊരു കമൻറ്റ് പറഞ്ഞിരുന്നു മോഹൻലാൽ നമ്മളിവിടെ ഒരു കാർഡും അനുവദിക്കുന്നതല്ലെന്ന്. അതായത് ഇത് വിമൺ കാർഡ്, ആങ്ങളക്കാർഡ്, കരച്ചിൽ കാർഡ് ഇതൊന്നും അനുവദിക്കുന്നില്ല. പിന്നെ എന്തിനിടെ അതിനകത്ത് നടക്കാൻ പോകുന്നത്? ഇതൊക്കെയല്ലേ അതിനകത്ത് സ്ഥിരമായിട്ട് നടക്കുന്നത്. ഇപ്പോൾ ഇത്ര സീസൺ 6 വരെയുള്ള എല്ലാം എടുത്തു നോക്കുക. മെജോറിറ്റി നടന്നിരിക്കുന്ന പ്രേമ കാർഡാണ്. ഫസ്റ്റിംഗ് പ്രേമ കാർഡ്, രണ്ടാമത് കരച്ചിൽ കാർഡ്, മൂന്നാമത് പെണ്ണ് കാർഡ്, നാലാമത് കഴിഞ്ഞ ലാസ്റ്റ് ഇതിനകത്തായിരുന്ന പെങ്ങളൂട്ടി കാർഡ്. അതിപ്പോഴും പുറത്ത് നടക്കുന്നുണ്ട്. നന്ദന എന്ന പെങ്ങളൂട്ടിയെ തൂക്കിക്കൊണ്ട് കുറേ അവന്മാർ നടക്കുന്നുണ്ട്. എനിക്കിതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയാം, നമ്മുടെ സായിയേട്ടനുണ്ട് ബിഗ് ബോസിനെ വിമർശിക്കാൻ. വരട്ടെ, നല്ല കാര്യം. അങ്ങനെ ആൾക്കാരൊക്കെ പറയണം. പോയി അതിനകത്ത് കാര്യമായി നന്നായി പെർഫോം ചെയ്ത് ആ കോമാളിത്തരം കാണിച്ച് വന്ന കോമാളി പോലും അതിനെപ്പറ്റി കാര്യങ്ങൾ പറയാനിരിക്കുമ്പോൾ നമ്മൾ വെറുതെ വിടണോ? തീർച്ചയായിട്ടും നമ്മൾ ഇതിൻ്റെ ബിഹൈൻഡ് ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ തെറ്റ് തിരുത്തുന്നു. ഐ തിങ്ക് ഞാൻ പറഞ്ഞത് ശരിയായിരിക്കത്തില്ല. അതിനകത്ത് രേണു പോയിട്ടുണ്ടാകാനാണ് ചാൻസ്. എല്ലാവരും പറയുന്നത് കൊണ്ട് ഞാൻ പറയുന്നതാണ്. എനിക്കിപ്പോഴും വിശ്വാസമില്ല. ഇപ്പോഴും അവളൊരു പാപമാണ് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. പക്ഷേ ഇത്രയും വലിയ ക്രൂക്കഡ് ആണെങ്കിൽ ഈ ക്രൂക്കിഡിസത്തിന് കൂട്ടുനിന്ന ബിഗ് ബോസ് ഉൾപ്പെടെ വെറും കൂറയാണെന്ന് ഞാൻ പറയും. പക്ഷെ അത് പറയുമ്പോൾ നമ്മൾ സായിയുടെ കാര്യം പറയണം. കഴിഞ്ഞ പ്രാവശ്യം സായി തലേന്ന് വരെ വീഡിയോ ഇട്ടിട്ട് അവിടെ ഇരുന്ന് മിണ്ടാതിരുന്നിട്ട് ഓടി കയറുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ ഇവരുടെ ഒരു രീതി അതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഷാഹിദ ഷാജി എന്തുകൊണ്ട് പോയില്ല? ഷാഹിദ ഷാജി ഒരു വീഡിയോയ്ക്കകത്ത് മാത്രമാണ് ഞാൻ ബിഗ് ബോസിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്തത്. പിറ്റേന്ന് ആ വീഡിയോ കാണാതാവുകയും ചെയ്തു. അപ്പോൾ ഷാഹിദ ഷാജി അവോയ്ഡ് ചെയ്തത് ശരിയായിട്ടില്ല. രേണു സുധി പോയിട്ടുണ്ടെങ്കിൽ ഷാഹിദ ഷാജിയും പോകണം. ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നാൻ കാരണം ആദില നൂറമാർ രണ്ടുപേരും അതിനകത്തുണ്ട്, അല്ലെങ്കിൽ രണ്ടുപേരിൽ ഒരാൾ അതിനകത്തുണ്ടെന്നാണ്. അനിയത്തിയും ചേട്ടത്തിയും പോയിട്ടുണ്ടെന്ന് ഒരു ന്യൂസ് കേൾക്കുന്നുണ്ട്. ഇതിലൊക്കെ വാസ്തവം എന്താണെന്ന് അറിയത്തില്ല. ഇനി അത് കാണുക, കണ്ട ശേഷം പറയുക എന്നുള്ളതാണ്. ആസ് യൂഷ്വൽ പുറത്ത് അവരെന്തായിരുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി അതിനകത്ത് അവരുടെ പെർഫോമൻസ് ആണ് നമ്മൾ വിശകലനം ചെയ്യുന്നത്. അപ്പോൾ അവിടെ അതിനകത്തുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ സംസാരിക്കുക. പുറത്ത് ഇതുപോലെ എന്തെങ്കിലും ഇൻഫർമേഷൻസ് വന്നാൽ നമുക്ക് പറയാം. രേണു സുധിയെ പറ്റി ഇനിയൊരു ഇൻഫർമേഷൻ പുതിയതായിട്ട് എന്തെങ്കിലും വരാൻ അവളുടെ വള്ളി നിക്കറ് പൊട്ടിയെന്നോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കണം. അല്ലാതെ പ്രത്യേകിച്ച് ഒരു സാധനമില്ല. സർവത്രവും തുറന്ന് കാണിച്ചിട്ടാണ് പുള്ളിക്കാരത്തി അതിനകത്തായിട്ട് പോയിട്ടുള്ളത്. എനിക്ക് കുറച്ച് സമാധാനമാണ്, കാരണം ഞാൻ കുറച്ച് മെനക്കെട്ടിരുന്നത് എൻ്റെ പിറകെ. അപ്പോൾ ഏകദേശം അത് മനസ്സിലാക്കും. ഞാൻ വേറൊരു യൂട്യൂബറുടെ ഒരു അവതരണം കണ്ടിരുന്നു, രേഷ്മ പി തങ്കച്ചനെതിരെയായിട്ടുള്ളത്. വളരെ ചീപ്പ് പട്ടി ഷോ ആയിപ്പോയി എന്ന് മാത്രമേ എനിക്ക് അതിനകത്ത് പറയാനുള്ളൂ. അപ്പോൾ ആരാ എന്താണെന്നൊന്നും എന്നോട് ചോദിക്കരുത്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വ്യക്തമായിട്ട് പറയാനൊക്കത്തില്ല. ആ പട്ടി ഷോ കാണിച്ച യൂട്യൂബർക്ക് കാര്യം മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പട്ടി ഷോ നിർത്തിയിട്ട് നല്ല വീഡിയോസുമായി മുൻപോട്ട് പോവുക. ആപ്റ്റായ ഏബിളായ നിങ്ങൾക്ക് ഒരുപാട് മുൻപോട്ട് ചെയ്യാനുണ്ട്. അനാവശ്യമായ അലിഗേഷൻസ് ഒരാൾക്കെതിരെ പറയുന്നത് കൊണ്ട് എന്തെങ്കിലും ലാഭമുണ്ടെന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അത് സത്യം പറഞ്ഞ ഊളത്തരമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനി അതിനകത്ത് എന്ത് പെർഫോമൻസ് ആയിരിക്കും? ഒറ്റപ്പെടുമോ, അല്ലെങ്കിൽ രേണുവിനെ എല്ലാവരും അടിക്കുമോ, രേണു എല്ലാവരെയും ഇടിക്കുമോ എന്നുള്ളതൊക്കെ കാണണം. എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയണമെങ്കിൽ രേണു പിറകിൽ കൈയൊക്കെ കിട്ടിയിട്ട് ആരെടുത്തെങ്കിലൊക്കെ ഉടക്കാൻ കയറാൻ ചാൻസ് ഉണ്ട്. പട്ടി ഷോ നമുക്ക് പ്രതീക്ഷിക്കാം. രേണു പുറത്തേക്ക് വരത്തില്ല. ലാസ്റ്റ് മിനിറ്റ് വരെ രേണുവിനെ കൊണ്ടവർ കാശുണ്ടാക്കും. അവസാന നിമിഷം രേണുവിനെ എടുത്ത് പുറത്തിടും. അതായിരിക്കും സംഭവിക്കുക. ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാർഡും കൊണ്ടുവന്നിട്ട് ആദ്യത്തെ ആഴ്ച തന്നെ പുറത്ത് വരാനും ചാൻസ് ഉണ്ട്. എന്ത് തന്നെ ആയാലും അതൊരു സക്സസ് ആണ്. കാരണം സുധിച്ചേട്ടൻ്റെ ആഗ്രഹം അവൾ ബിഗ് ബോസിൽ പോകണം എന്നുള്ളതായിരുന്നു. ഇത്രയേറെ ആഗ്രഹങ്ങളുള്ള സുധിച്ചേട്ടൻ ഇനിയിപ്പം അവൾ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആകണമെന്നും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ രക്ഷപ്പെട്ടു. മോദിയെ മാറ്റിയിട്ട് അവളെ അവിടെ കൊണ്ടിരുത്താമല്ലോ. ഏതായാലും കാത്തിരുന്ന് കാണാം. അപ്പോൾ എൻ്റെ മിസ്റ്റേക്ക്, മൈ ബാഡ്, ഞാൻ ചേഞ്ച് ചെയ്യുന്നു. അത് പറയാൻ വേണ്ടി മാത്രം എടുത്ത വീഡിയോ ആണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ നമുക്ക് ഇന്ന് മുതൽ തുടങ്ങാം അല്ലേ? താങ്ക് യു.